മുന്നറിയിപ്പിലും രക്ഷാപ്രവർത്തനത്തിലും വീഴ്ചകൾ ഏറെയാണ്. എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. തകർന്ന വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും നന്നാക്കാൻ ഇനിയും കാര്യമായ സഹായമില്ല. സർക്കാർ സംവിധാനം ഫലപ്രദമല്ലെന്ന പരാതി വ്യാപകമാണ്. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. ഇങ്ങനൊരു അവസരം ഇനി കിട്ടില്ല. സൗകര്യങ്ങളൊക്കെ ക്യാമറയുടെ വെളിച്ചം പോലും ഇല്ല, വെളിച്ചവും ഇല്ല, യാതൊന്നും ഇല്ല. ശരിയല്ലോ? അതെ, അത് ശരിയാണ്. ഞങ്ങൾ ആകെപ്പാടെ അനാഥയായിട്ട് നടക്കും. നിങ്ങളൊക്കെ ഇത് അനുഭവിക്കണം. എന്തോ ഈ ഗവൺമെന്റ് ഞങ്ങളുണ്ടായിട്ടല്ലേ ഇവര് കയറി കയറി പോകുന്നത്. ഇനി ഇതങ്ങനെ വിടാൻ പറ്റില്ല. കേട്ടതല്ല സത്യമാവണമെന്നില്ല. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. അമ്മേ, രാവിലെ എന്തൊക്കെയോ പരാതി, അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു? അത് വേണോ? വേണം 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 വേണം. എന്റെ പൊന്നു പോലെ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന് വിജിരിമോൻ പറഞ്ഞു ഇന്നത് പോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത്രേ ഉള്ളു കാര്യം, അല്ലാതെ ഒരു കാര്യവും ഇല്ല. ഗായ്സ്, വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. മനസ്സിലായില്ല. സത്യം പറഞ്ഞ ഈ ക്യാമ്പ് തന്നെ പരാജയമാണ്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പൊണ്ടാറൊടുക്കി പോയി. അധികാര കസേരയിൽ ഞാൻ വലിച്ച് താഴേക്കിടും. അതിനുവേണ്ടി എന്ത് തറപ്പണി ചെയ്യാനും എനിക്ക് മടിയില്ല. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ. വെറുതെ പോരടിച്ച് സമയം കളയാൻ ഒരു തമാശക്ക്